കൊട്ടിയൂരിലെ ഉത്സവവും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. വിശ്വാസങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഇതിലൊക്കെ കൗതുകവും ഒപ്പം അമ്പരപ്പും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രമില്ലാത്ത ഇടത്തെ പൂജകൾ, മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആചാരങ്ങൾ, പ്രകൃതിയുടെ നിയന്ത്രണത്തിലുള്ള ഉത്സവം. ഇങ്ങനെ കൊട്ടിയൂരിലെ ഉത്സവത്തെക്കുറിച്ച് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളാണുള്ളത്. കൊട്ടിയൂർ ഉത്സവത്തിനും അക്കരെ ക്ഷേത്രത്തിനും ഒരുപാട് പ്രത്യേകതകളാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഓടപ്പൂക്കൾ. കൊട്ടിയൂരിൽ ഉത്സവകാലത്ത് ചെല്ലുമ്പോൾ പോയിട്ടുള്ളവർക്കറിയാം, കടകളിലും വഴിയരികിലുമൊക്കെ വെളുത്ത നിറത്തിൽ നാരുകളായി കിടക്കുന്ന ഓടപ്പൂക്കൾ കാണാം. ഉത്സവം കാണാനെത്തുന്നവർ തിരികെ മടങ്ങുമ്പോൾ അവരുടെ കൈ നിറയെ ഓടപ്പൂക്കളും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ഓടപ്പൂക്കൾ പ്രസാദമായി നൽകുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. അതിനു പിന്നിൽ ചില വിശ്വാസങ്ങളുണ്ട്. കൊട്ടിയൂരിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദക്ഷയാഗത്തിൻ്റെ ഐതിഹ്യം. സതീദേവിയുടെ പിതാവായ ദക്ഷൻ ബൃഹസ്പതി സവം എന്ന യാഗം നടത്തിയപ്പോൾ ദേവഗണങ്ങളെയും പുണ്യാത്മാക്കളെയും ഒക്കെ ക്ഷണിച്ചു. എങ്കിലും മകളുടെ ഭർത്താവായ പരമശിവനെ മനഃപൂർവ്വം ഒഴിവാക്കി. വിളിച്ചില്ല എങ്കിലും പിതാവ് നടത്തുന്ന യാഗത്തിന് പോകാൻ ഒരുങ്ങിയ സതീദേവിയെ ശിവൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ഒടുവിൽ ദേവി പോവുക തന്നെ ചെയ്തു. എന്നാൽ യാഗസ്ഥലത്തെത്തിയ സതീദേവിയെ സ്വന്തം പിതാവ് തന്നെ അപമാനിച്ചപ്പോൾ അത് താങ്ങാൻ വയ്യാതെ ദേവി യാഗാഗ്നിയിൽ ജീവൻ നൽകി എന്നാണ് ഐതിഹ്യം. കൈലാസത്തിൽ ധ്യാനത്തിലായിരുന്ന ശിവൻ ഇതറിഞ്ഞു. കോപാകുലനായി ദേഷ്യം സഹിക്കവയ്യാതെ തൻ്റെ ജട ശിവൻ നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജന്മമെടുത്തു എന്നാണ് ഒരു വിശ്വാസം. തുടർന്ന് ശിവന്റെ നിർദ്ദേശമനുസരിച്ച് ദക്ഷന്റെ യാഗം മുടക്കാനായി വീരഭദ്രൻ യാഗഭൂമിയിലെത്തുന്നു. അവിടെ വെച്ച് ദക്ഷന്റെ ദീക്ഷ വലിച്ചെറിഞ്ഞ ശേഷം വീരഭദ്രൻ ദക്ഷനെ കൊലപ്പെടുത്തി. ഇങ്ങനെ വലിച്ചെറിഞ്ഞ താടിയാണ് ഓടപ്പൂവായി മാറിയത്. മറ്റു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗു മഹർഷിയുടെയും ഒപ്പമുണ്ടായിരുന്ന മറ്റു മുനിമാരുടെയും താടിരോമമാണ് ഓടപ്പൂവായി മാറിയത് എന്നും പറയപ്പെടുന്നു. ശിവൻ പറഞ്ഞതനുസരിച്ച് യാഗം തകർക്കാനെത്തിയ വീരഭദ്രനും മറ്റു ഭൂതഗണങ്ങളുമാണ് മുനിമാരുടെ താടിരോമം പിഴുതെറിഞ്ഞത്. ഇങ്ങനെ പിഴുതെടുത്ത താടിരോമങ്ങൾ ഇവർ കാറ്റിൽ പറത്തിയെന്നും വിശ്വാസമുണ്ട്. കൊട്ടിയൂരിലെയും വയനാടിനോട് ചേർന്ന് കിടക്കുന്ന വനാതിർത്തിയിലെയും പ്രദേശങ്ങളിൽ നിന്നാണ് ഓടപ്പൂക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ ഓടകൾ കൊണ്ടുവരുന്നത്. പണ്ട് ആ പ്രദേശത്ത് നിറയെ ഓടക്കാടുകളായിരുന്നു അത്രേ. അവിടെ നിന്ന് മാത്രമേ ഓടകൾ ഇതിനുമായി ഉപയോഗിക്കാറുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഓടപ്പൂ നിർമ്മാണത്തിന് വനത്തിനുള്ളിൽ നിന്ന് ഈറ്റ മുറിക്കാൻ പ്രത്യേക അനുമതിയും ഈ സമയത്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന ഈറ്റ അഥവാ ഓട പ്രത്യേക അളവിൽ മുറിക്കും, വെള്ളത്തിലിടും. പിന്നീട് അതെടുത്ത് ഇടിച്ച് ചതച്ച് കമ്പിച്ചീപ്പ് കൊണ്ട് ചീകി പൂവിൻ്റെ ആകൃതിയിലാക്കി വീണ്ടും വെള്ളത്തിലിടും. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ കറ പോവുകയില്ല എന്ന് മാത്രമല്ല, ഓടപ്പൂവിന് മഞ്ഞ നിറം വരികയും ചെയ്യും. തുടർന്ന് വെള്ളത്തിൽ നിന്നെടുത്ത് കറ കളഞ്ഞ് പൂവിൻ്റെ രൂപത്തിലാക്കുക. ഇങ്ങനെ ദിവസങ്ങളെടുത്താണ് പ്രസാദത്തിനായുള്ള ഓടപ്പൂ തയ്യാറാക്കുന്നത്. മറ്റൊരിടത്തും ഇങ്ങനെ ഓടപ്പൂ നിർമ്മിക്കുക സാധ്യമല്ല എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടിയൂരിൽ നിന്ന് ലഭിക്കുന്ന ഓടപ്പൂ ഉണ്ടല്ലോ, ഇത് വീടുകളിലും വാഹനങ്ങളിലും ഒക്കെ തൂക്കിയിടുന്ന ഒരു പതിവുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അടുത്ത കൊട്ടിയൂർ ഉത്സവക്കാലം വന്ന് പുതിയ ഓടപ്പൂക്കൾ കൊണ്ടുവരുന്നത് വരെ സാധാരണ പഴയ ഓടപ്പൂക്കൾ ആളുകൾ സൂക്ഷിക്കാറുണ്ട്. കൊട്ടിയൂരിൽ പോകാൻ സാധിക്കാത്തവർക്ക് പോയി വരുന്നവർ ഓടപ്പൂവ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായവുമുണ്ട്. 33 ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം. അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യകരമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.